ഇറാൻ അമേരിക്ക യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ വൻ ശക്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ തീർക്കുന്ന പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും മുന്നിൽ പലപ്പോഴും അമേരിക്ക വിയർക്കുന്ന കാഴ്ചയും ലോകം കാണുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വന്തം പരമാധികാരവും സൈനിക ശേഷിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായ മുന്നേറ്റമാണ് ലോകം വീക്ഷിക്കുന്നത്. ഇറാനുമായി നേരിട്ട് ഒരു വൻ പോരാട്ടത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ തെളിയുന്നത്. വൻ ശക്തികൾക്ക് പോലും പെട്ടെന്നൊരു ആക്രമണത്തിന് ധൈര്യം നൽകാത്ത രീതിയിൽ സ്വന്തം പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. നയതന്ത്ര തലത്തിലും സൈനിക ശേഷിയിലും ഇറാൻ കാണിക്കുന്ന ഉറച്ച നിലപാടുകൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയാണ്. പാശ്ചാത്യ ശക്തികളുടെ സാമ്പത്തിക യുദ്ധതന്ത്രങ്ങളെ പോലും പ്രതിരോധത്തിലാക്കുവാൻ ഇറാന്റെ പ്രതിരോധശേഷിക്ക് കഴിയുന്നുണ്ട്. അതേസമയം യുദ്ധത്തിൽ അമേരിക്കൻ ആയുധപ്പുരകളിൽ വൻതോതിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നതായുള്ള റിപ്പോർട്ടുകളും ഇതിനകം പുറത്തുവരുന്നു. ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോൺ തന്ത്രവും മറ്റും അമേരിക്കൻ ആയുധങ്ങളിലും സാമ്പത്തിക മേഖലയിലും വലിയ നഷ്ടങ്ങൾ തന്നെയാണ് വരുത്തുന്നത്. യുദ്ധത്തിന്റെ ഗതിമാറുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ റിമോട്ട് പൈലറ്റഡ് വിമാനങ്ങൾക്ക് തന്ത്രപ്രധാന പ്രാധാന്യം നൽകിയിരുന്നു. 1990കളിൽ അവതരിപ്പിച്ച MQ-1 പ്രഡേറ്ററും തുടർന്ന് കൂടുതൽ മാരകമായ ഫയർ പവറുള്ള MQ-9 റീപ്പറും അമേരിക്കൻ ആധിപത്യത്തിന്റെ പ്രതീകങ്ങളായി യുദ്ധരംഗത്ത് സജീവമായി മാറി. എന്നാൽ ഇത്രയും സാമ്പത്തിക ചെലവേറിയ ആയുധശേഖരം അമേരിക്ക പടുത്തുയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയാണ് ഇറാൻ തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും വിദേശ ആയുധങ്ങളുടെ ലഭ്യതക്കുറവും നേരിടുന്ന ഇറാൻ സാങ്കേതികമായി സങ്കീർണമായ ആയുധങ്ങൾക്ക് പകരം ഉൽപാദന ചെലവ് കുറഞ്ഞതും ലളിതവും വൻതോതിൽ നിർമ്മിക്കുവാൻ കഴിയുന്നതുമായ ഡ്രോണുകൾക്ക് രൂപം നൽകി. ഈ പ്രായോഗിക ചിന്തയിൽ നിന്നാണ് വിഖ്യാതമായ ഷാഹിദ് ഡ്രോണുകൾ ഇറാന്റെ പ്രതിരോധ സേനയിൽ എത്തുന്നത്. വില കൂടിയതും ആധുനികവുമായ ആയുധങ്ങൾ മാത്രമാണ് യുദ്ധത്തിലെ വിജയം നിർണ്ണയിക്കുന്നത് എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ധാരണകളെ തകിടം മറിക്കുന്നതായിരുന്നു ഇറാന്റെ ഈ നീക്കം. പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുവാൻ താങ്ങാനാകുന്ന ചെലവിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ആയുധതന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് റിസർച്ച് സെന്റർ രൂപകൽപ്പന ചെയ്ത ഈ ഡ്രോണുകളിൽ ഷാഹിദ് 136 എന്ന മോഡൽ ആഗോള ശ്രദ്ധ നേടിയവയാണ്. വൻകിട വിമാനങ്ങൾക്കാവശ്യമായ സങ്കീർണമായ സജ്ജീകരണങ്ങളോ മെയിന്റനൻസോ ഇവയ്ക്ക് ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച വൻ കൂട്ടങ്ങളായി എതിരാളികളുടെ പ്രധാന ആയുധങ്ങൾക്ക് നേരെ ഇവയെ പ്രയോഗിക്കുവാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ചെറുക്കുവാൻ ഇറാന് കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ആധുനിക യുദ്ധ വ്യോമ പ്രതിരോധത്തിന്റെ കണക്കുകൂട്ടലുകളെയാണ് ഷാഹിദ് ഡ്രോണുകൾ അടിസ്ഥാനപരമായി തകിടം മറിച്ചതെന്ന് നിസ്സംശയം പറയാം. ഏതാനും $1000 മാത്രം നിർമ്മാണ ചെലവുള്ള ഒരു ഷാഹിദ് ഡ്രോണിനെ പ്രതിരോധിക്കാൻ എതിരാളികൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് എന്നതാണ് യുദ്ധരംഗത്ത് ഇവയുടെ മേൽക്കൈ വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇത്തരം ഡ്രോണുകൾക്ക് നേരെ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലിന് ഒരു തവണ വിക്ഷേപിക്കുവാൻ $4 മില്യൺ, താഡ് സിസ്റ്റത്തിന് $10 മില്യൺ ചിലവ് വരും. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ വളരെ കുറഞ്ഞ ബജറ്റിലുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ അമേരിക്കയും സഖ്യകക്ഷികളും ചിലവാക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് ഡോളറുകളാണ്. അത് അവരുടെ ആയുധപ്പുര പെട്ടെന്ന് കാലിയാക്കുകയും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശത്രുവിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലകളെ തകർക്കുവാൻ ഈ ഡ്രോണുകളെ കൂട്ടത്തോടെ തന്ത്രപരമായി ഉപയോഗിക്കുകയായിരുന്നു ഇറാൻ. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും അതോടൊപ്പം ഇറാന്റെ മാരകമായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഒന്നിച്ച് വിക്ഷേപിക്കുന്ന രീതി പാശ്ചാത്യ പ്രതിരോധ റഡാറുകളെ പോലും പൂർണ്ണമായും നിശ്ചലമാക്കും. ആക്രമണങ്ങൾ തടയാൻ ശ്രമിക്കുന്തോറും ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകരുകയും കൈവശമുള്ള വില കൂടിയ മിസൈൽ ശേഖരം നിമിഷങ്ങൾക്കുള്ളിൽ കാലിയാവുകയും ചെയ്യും. ഇത്തരം കടുത്ത പ്രതിസന്ധിയാണ് ലോകശക്തിയായ അമേരിക്ക പോലും ഇന്ന് അനുഭവിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഉപയോഗിച്ച് സൂപ്പർ പവറുകളെ പോലും മുട്ടുകുത്തിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയാണ് ഇറാന്റെ വിജയകരമായ മാതൃക പിന്തുടർന്ന് ലോകത്തെ വൻ ശക്തികൾ പോലും ഇപ്പോൾ ഇതേ സാങ്കേതികവിദ്യ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ആധുനിക യുദ്ധങ്ങളുടെ ഗതി മാറ്റാൻ പോലും ഇത്തരം തന്ത്രപ്രധാന നീക്കങ്ങൾക്ക് സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് ഇറാന്റെ ഈ ഡ്രോണുകൾ.